അല്ലിനെ കുറ്റം പറഞ്ഞ ഔതക്കുട്ടിയെ പൊളിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്ക് എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ ഔതക്കുട്ടിയാണെങ്കിൽ താൻ അങ്ങോട്ട് വരുന്നുണ്ട്. നീ ഒറ്റയ്ക്ക് യാതൊരു തീരുമാനവും എടുക്കുന്നത് ശരിയൊന്നുമല്ല. നിനക്ക് എന്നോടും കൂടി ഒന്ന് പറയാമായിരുന്നു ആ പെൺകുട്ടിയെ കൂട്ടാനായിട്ട് പോയപ്പോൾ എന്ന് നമ്മുടെ അവതക്കുട്ടി പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പനിപ്പോൾ ഓടിപ്പിടിച്ച് വന്നിട്ടൊന്നും യാതൊരു കാര്യമൊന്നുമില്ല. എൻ്റെ തീരുമാനത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ അപ്പൻ എന്തൊക്കെ പറഞ്ഞാലും അലീന എന്ന എൻ്റെ മകളെ ഞാൻ ഒഴിവാക്കില്ല, പുറത്താക്കില്ല എന്ന് സ്റ്റാലിൻ പറയുമ്പോൾ, ആദ്യം ഞാൻ വരട്ടെടാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാടാ എന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഒരുപാട് നാണക്കേട് സഹിക്കേണ്ടി വരും, അതും കൂടി നീ ആലോചിക്കണമെന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ മകൾക്ക് വേണ്ടി എത്രത്തോളമായാലും നാണം കെടാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറയുന്നു. എൻ്റെ പൊന്നുമോനെ, ഞാനിതാ വരുന്നു, തീരുമാനത്തിൽ മാറ്റം വരുത്തിയേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. തുടർന്ന് ഔതക്കുട്ടിയാണെങ്കിൽ സ്റ്റാലിൻ്റെ ബംഗ്ലാവ് ലക്ഷ്യമിട്ട് യാത്ര തിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഔതക്കുട്ടി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്റ്റാലിൻ്റെ വീട്ടിലേക്ക്. ഇവിടെയാണെങ്കിൽ അലീനയാണെങ്കിൽ താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും അച്ഛനറിയാതെ അച്ഛന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സ്റ്റാലിനോട് പറയാനായിട്ട് ഒരുങ്ങുകയാണ്, തയ്യാറെടുക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താറുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ നിൽക്കണമെന്ന് അലീന പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. സ്റ്റാലിൻ ഇതേ സമയം അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ മാറ്റം വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ ഈ 8:30 എന്നുള്ളത് ഇത്തിരി കൂടി നേരത്തെയാക്കാനാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. അതുവഴി ഒരുപാട് കാര്യങ്ങൾ അച്ഛന് അറിയാനായിട്ട് കഴിയുമെന്ന് അലീന കൂട്ടിച്ചേർക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്, ശരി, നിൻ്റെ രീതിക്കായിക്കൊള്ളട്ടെ, അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനെ കേണൽ സാർ എന്നാണ് അലീന വിളിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, എന്നാണ് മോളെ നീ എന്നെ അച്ഛ എന്ന് വിളിക്കാനായിട്ട് പോകുന്നത്, എന്ന് നിൻ്റെ വായിൽ നിന്നും ആ വിളി കേൾക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അലീന പറയുകയാണ്, അതിനുള്ള സാവകാശവും സമയവും ഒക്കെ ആവുന്നതേയുള്ളൂ, സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിളിക്കുമെന്ന് പറയുന്നത് കാണാം. കൂടാതെ തന്നെയാണെങ്കിൽ എനിക്കിവിടെ അധികാരവും കിട്ടിയിട്ടില്ല, എനിക്ക് ആ പേരും ലഭിച്ചിട്ടില്ല. അച്ഛൻ അംഗീകരിച്ചു എന്ന് കരുതി നിരവധി പ്രശ്നങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ മറികടന്നാൽ മാത്രമേ എനിക്ക് പപ്പയായിട്ട് വിളിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ, നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അലീനയുടെ ആ കാര്യം, അലീന പറയുന്ന കാര്യത്തോട് സ്റ്റാലിൻ യോജിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ അലീനയാണെങ്കിൽ അവിടെ ഓരോ മാറ്റങ്ങൾ വരുത്താനായിട്ട് തുടങ്ങുകയാണെന്ന് കാണാം. അപ്പോഴാണ്
അവിടേക്ക് അവധക്കുട്ടി വന്നെത്തുന്നത്. അലീന അടുക്കളയിൽ ഓരോന്ന് ഇങ്ങനെ ചെയ്യിക്കുകയാണ് എന്ന് കാണാം. അവധക്കുട്ടിയാണെങ്കിൽ നമ്മുടെ ഡ്രൈവറും കാര്യസ്ഥനും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അവധക്കുട്ടി പറയുന്നുണ്ട്, അവളുടെ ഒരു വിളച്ചിലും ഇവിടെ നടക്കാനായിട്ട് പോകുന്നൊന്നുമില്ല. തീർച്ചയായിട്ടും അവളെ ഞാൻ പറപ്പിക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അവധക്കുട്ടി മുറിയുടെ, അതായത് സ്റ്റാലിൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. സ്റ്റാലിനെ ഉപദേശിച്ച് മര്യാദയ്ക്കാക്കാൻ, നേർവഴിക്കാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാൻ കഴിയും. അപ്പോഴും സ്റ്റാലിൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എൻ്റെ മകളെ അങ്ങനെ ഞാനിനി തള്ളിക്കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് അവളെ ഒരു തവണ ഞാൻ ഉപേക്ഷിച്ചതാണ്. ഇത്ര വർഷക്കാലം അവൾ അനാഥാലയത്തിൽ ഒരു അനാഥയെപ്പോലെ ജീവിക്കുകയായിരുന്നു. ഇനിയും ഞാൻ അവൾക്ക് നേരെ കണ്ണടച്ചാൽ അത് ശരിയാകില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അവൾക്ക് എൻ്റെ സ്വത്ത് കൊടുക്കും, എൻ്റെ പേര് കൊടുക്കും, എൻ്റെ വീട്ടുപേര് കൊടുക്കും, എല്ലാം ഞാൻ കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ അവധക്കുട്ടിയാണെങ്കിൽ, നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ നാശത്തിലേക്കാണ് ഈ പോകുന്നത്. നീ എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് സ്റ്റാലിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴാണെങ്കിൽ ദേഷ്യപ്പെടുകയും അലീനയെക്കുറിച്ച് കുറ്റവാക്കുകൾ, അലീനയുടെ മുഖം പോലും കണ്ടിട്ടില്ല, എന്നാലും കുറ്റവാക്കുകളൊക്കെ പറയുന്നുണ്ട്. വേലിയിൽ കിടക്കുന്ന പാമ്പിനെ വെറുതെ പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിലേക്ക് ഇടണോടാ എന്ന് വരെ നമ്മുടെ അവധക്കുട്ടി ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും ഇയാളാരാ ഇങ്ങനെയൊക്കെ പറയാനെന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ, കൂടാതെ തന്നെ തന്നെക്കുറിച്ചും ഒരുപാട് അപവാദം പറയുന്നത് കൊണ്ട് തന്നെ അലീനയാണെങ്കിൽ അവിടേക്ക് കയറി ചെന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് കാണാത്ത അറിയാത്ത ഒരാളെക്കുറിച്ച് ഇങ്ങനെ അപവാദം പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അവധക്കുട്ടിയാണെങ്കിൽ തിരിഞ്ഞേക്കായിരിക്കും. ദേ വന്നിരിക്കുന്നു അച്ഛൻ, അതായത് അപ്പൻ കാണാൻ ആഗ്രഹിച്ച എൻ്റെ മകൾ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയമാണെങ്കിൽ അമ്മ തൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ ആർക്ക്, നമ്മുടെ സ്റ്റാലിൻ്റെ അപ്പനായ അവധക്കുട്ടിക്ക് തോന്നുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം തന്നെ തൻ്റെ ഭാര്യയെ ഓർമ്മ വന്നതും നമ്മുടെ അവധക്കുട്ടി ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ഇവൾ തൻ്റെ മകൻ്റെ മകൾ തന്നെ. അതുകൊണ്ട് പിന്നെ നമ്മുടെ അലീനയെക്കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് കൂട്ടുകാരെ.